ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമ വളരെ സിമ്പിളായി റെഡിയാക്കി എടുത്താലോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണല്ലേ ഷവർമ. നമുക്കെങ്ങനെ വളരെ സിമ്പിളായി ഇത് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കേബേജ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവാള കൂടെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഷവർമയുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാബേജ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുത്ത ശേഷം ഇത് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് കുഴഞ്ഞു പോവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത ശേഷം നല്ല പോലെ മിക്സ് ചെയ്യാം. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. നമ്മളത് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണം. ആ രൂപത്തിലാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ച് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും അതുപോലെ ചിക്കനും ബീഫും ഒന്നും ചേർക്കാതെ വെറും വെജിറ്റബിൾസ് വെച്ചിട്ടും ഒക്കെ ഈ ഫില്ലിങ് റെഡിയാക്കാവുന്നതാണ്. ഇനി പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വൈറ്റ് പോർഷൻ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. കട്ട് ചെയ്ത് മാറ്റിയ ഈ സൈഡുകളെല്ലാം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആണ് ഇത് റെഡിയാക്കുന്നത്. കണ്ടില്ലേ, നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലേക്ക് ഞാൻ ഹോം മെയ്ഡ് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മയോണൈസ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇളക്കിയ ശേഷം മയോണൈസ് കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് 2 എണ്ണം എടുത്ത് ഇതുപോലെ ഒരുമിച്ച് വയ്ക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിൽ ഇത് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ബ്രെഡ് ക്രംസിൽ ഇത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. സൈഡും ഒക്കെ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് അതിൽ ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. 2 വശവും ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. മുഴുവൻ ബ്രെഡും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ബോർഡിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് പോക്കറ്റായി തന്നെ കിട്ടിയില്ലേ അല്ലേ? അതുകൊണ്ടാണല്ലോ ഇതിന് പോക്കറ്റ് ഷവർമ എന്ന് വരുന്നത്. ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ നിറച്ച് ഇത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി ഞാനിതിൻ്റെ മുകളിലായി കുറച്ച് മയോണൈസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പോക്കറ്റും റെഡിയാക്കി എടുക്കാം.
ഞാൻ 4 ബ്രെഡ് കൊണ്ട് പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 4 ബ്രെഡ് കൂടെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സെൻറ്ററിൽ കട്ട് ചെയ്തതിന് പകരം ഇത് ഞാനൊരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. നമ്മൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലും കൂടെ നമുക്ക് ഷവർമ മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റി കാണാൻ 2 ലുക്കിൽ കാണാമല്ലോ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഫില്ലിങ് നിറച്ച ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷവർമ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.